ഓണം കഴിഞ്ഞാൽ സംഗമങ്ങളുടെ കാലമാണ്. ആഗോള അയ്യപ്പ സംഗമവും അയ്യപ്പ വിശ്വാസ സംഗമവും രണ്ടും നടക്കാൻ പോകുന്നു. പന്തളത്ത് ഒന്ന് നടക്കാൻ പോകുന്നു, ശബരിമലയിൽ ഒന്ന് നടക്കാൻ പോകുന്നു. കേരളത്തിൽ ശാസ്ത്രബോധമുള്ള മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. എല്ലാവർക്കും അയ്യപ്പനെയും വാവരെയും വേളാങ്കണ്ണി അമ്മയും മാതാവിനെയും ദൈവങ്ങളെയും ഒക്കെ മതി. എല്ലാവരും മനുഷ്യരെ കൈവിടുന്നു. ശാസ്ത്രത്തെ പൂർണ്ണമായിട്ടും കൈയൊഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 10-50 വർഷത്തിനു മുമ്പ് കേരളത്തിൽ നല്ല രീതിയിലുള്ള ശാസ്ത്രബോധം വളർത്തുന്ന ഒരു രീതിയാണ് കേരളത്തിനുണ്ടായിരുന്നത്. ഇന്നതാ എല്ലാവരും ദൈവങ്ങളുടെ പുറകെയുള്ള ഓട്ടമാണ്. എല്ലാം സംഗമങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടമാണ്. വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ സംഗമങ്ങൾ കൊണ്ട് എന്താണ് ഗുണമെന്ന് ഒരു പിടുത്തവും ഇല്ല. എല്ലാ ഭക്തന്മാർക്കും അവരവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. ചിലർ വേളാങ്കണ്ണിയിൽ പോകുന്നു, ചിലർ ശബരിമലയ്ക്ക് പോകുന്നു, ചിലർ മക്കയിലേക്ക് പോകുന്നു. അവരവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് എല്ലാവരും ജീവിക്കുന്നു. എന്തിനാണപ്പോ ഇപ്പൊ ഇവിടെ സംഗമങ്ങൾ? രണ്ട് ടീമുകളും ഒരേ വാശിയിൽ നിൽക്കുന്നു. ഞങ്ങൾ സംഗമം നടത്തും, ഞങ്ങൾ സംഗമം നടത്തുമെന്ന്. അതിനിടയിൽപ്പെട്ട് കോൺഗ്രസ് രണ്ടും കെട്ട അവസ്ഥയിലുമായി. അവിടെ കൂടണോ ഇവിടെ കൂടണോ ഒന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥ. ശബരിമലയിലേക്ക് ഹിന്ദു ഭക്തന്മാരെല്ലാം വളരെ നല്ല രീതിയിൽ കെട്ടുകൾ കെട്ടി ശബരിമലയ്ക്ക് പോയിരുന്നു. അവർക്കൊന്നും ഇപ്പോഴും അതിനൊരു തടസ്സവും ഇല്ല. എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് അവർ പോവാനും തയ്യാറാണ്. പമ്പ വഴിയും എരുമേലി വഴിയും ഒക്കെ ആൾക്കാർ നടന്നും ഇരുന്നും ഒക്കെ ശബരിമലയിൽ എത്താറുണ്ട്. നടക്കാൻ കഴിയാത്തവരെ ചുമന്നൊക്കെ കൊണ്ടുവന്ന് ശബരിമലയിൽ എത്തിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ കേന്ദ്രത്തെ എന്തിനാണപ്പോ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് തല്ലി അവിടെയും ഈ സംഘർഷം ഉണ്ടാക്കുന്നത്?